ഇപ്പോൾ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് നമ്മൾ ഏതൊക്കെയോ ഐലൻഡ്സ് ബീച്ച് എല്ലാം കൂടെ കവർ ചെയ്യുന്ന ഒരു വൺ ഡേ പാക്കേജ് എടുത്തിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യം തന്നെ എല്ലാവരും തട്ടി വിട്ടു. ഞാനും എന്തൊക്കെയോ എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറി. അവർ കുറേ ബോട്ടുണ്ട്. എല്ലാ ബോട്ടും ഓരോ സെയിം ഡെസ്റ്റിനേഷനിലോട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ടൈമിലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ബോട്ടിലൊക്കെ കയറി. അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് മങ്കി ബീച്ച്. ഇവിടെ പേര് വാരി തന്നെ ഇഷ്ടം പോലെ കുരങ്ങന്മാരായിരുന്നു. അതുകൊണ്ട് നമ്മളെ സാമഗ്രികളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവർ നേരെ നമ്മളൊരു ഐലൻഡിൽ കൊണ്ടുപോയി. അവിടെയായിരുന്നു നമുക്ക് ലഞ്ച്. അതും ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ലഞ്ചൊക്കെ കഴിച്ചു. അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ ആ ഒരു ഐലൻഡും അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് ബീച്ച് മലയൊക്കെ ആയിട്ട് സൂപ്പർ. പക്ഷെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടാനും അടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് ഓപ്ഷൻ ചൂസ് ചെയ്തു. അവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പ്രൈവറ്റായിട്ട് ഫാമിലീൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത്. അതും ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, കുറച്ച് അഡീഷണൽ ക്യാഷ് കൊടുക്കണമായിരുന്നു. അങ്ങനെ പോയി നമ്മളെല്ലാവരും കൂടെ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. ആദ്യം സ്നോർക്ലിംഗ് ചെയ്തപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ശ്വാസം വലിക്കും എന്നുള്ളൊരു സ്കീം ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പഠിച്ചു. അങ്ങനെ ഞങ്ങൾ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ വേറെയും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. മായ ബേ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അത്രയേ ഉള്ളൂ.